എല്ലാവരും ന്യൂ ഇയർ ഒക്കെ അടിച്ചു പൊളിച്ചില്ലേ? ഞങ്ങളിത് അടിച്ചു പൊളിക്കാൻ പോകുന്നതിന് മുമ്പുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ ഈ കാണുന്നത്. ഇത് ഡിസംബർ 31 എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇപ്പോഴാണൊന്ന് പോസ്റ്റ് ചെയ്യാൻ സമയം കിട്ടിയത്. ഞങ്ങൾക്ക് ഡിസംബർ 31 രാത്രി ഒരു DJ പാർട്ടി ഉണ്ടായിരുന്നു. ആ പാർട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് മുമ്പ് ചായക്ക് ഇവന്മാർക്ക് കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാമല്ലോ എന്നും പറഞ്ഞ് വാങ്ങിക്കൊണ്ട് വന്നതാണ്. നെയ്യപ്പവും പിന്നെ റോളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നെയ്യപ്പത്തിൻ്റെ കോലാണ് ഈ കാണുന്നത്. എത്ര നെയ്യപ്പം വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാലും ആ നെയ്യപ്പത്തിൻ്റെ ഒക്കെ അരിക് ഇതേപോലെ കാണിച്ചു വെക്കൂ കേട്ടോ. നിങ്ങളുടെ വീട്ടിലുണ്ടോ പിള്ളേർ ഇങ്ങനെ അരിക് മാത്രം കഴിച്ച്, അതായത് ആ മൊരിഞ്ഞ ഭാഗം മാത്രം കഴിച്ചിട്ട് ബാക്കി നമുക്ക് കൊണ്ട് തരും? പിന്നെ നമുക്കിത് കഴിക്കാൻ പറ്റുമോ? ഇല്ല. ഞാനപ്പോൾ നേരെ കൊണ്ട് ചാച്ചന് കൊടുത്തു കേട്ടോ. ഡോണു ആണെന്നുണ്ടെങ്കിൽ എന്തോ വലിയ കാര്യത്തിലാണ് ഈ ഒരു മീറ്റ് റോള് കഴിക്കുന്നത്. കടിച്ചിട്ടാണെങ്കിൽ കൊച്ചിന് കിട്ടണമില്ല. അതിൻ്റെ ഇടയിൽ ഐശു കൊണ്ട് ഹെഡ്സെറ്റും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ പാട്ട് വെച്ച് കഴിഞ്ഞപ്പോൾ ചാച്ചൻ ഒരു മിന്നായം പോലെ എൻ്റെ ക്യാമറയുടെ ഫ്രണ്ടിലേക്ക് അങ്ങ് ചാടി. ഞാൻ പറഞ്ഞു ഡോണുവിൻ്റെ വീഡിയോ എടുക്കാണ് മാറുന്നു പറഞ്ഞപ്പോഴത്തേക്കും ആളങ്ങ് മാറിട്ടോ. കുറച്ച് നേരം പാട്ട് കേട്ടപ്പോഴത്തേക്കും ഡോണുവിന് എന്തോ പോലെയായി. കാരണം വേറെ സൗണ്ടൊന്നും കേൾക്കണില്ല, പാട്ടിൻ്റെ ആ ഒരു ഇത് മാത്രം കേൾക്കണുള്ളൂ. അതുകൊണ്ടായിരിക്കും കൊച്ച് എന്ന് കാണിച്ചത്. ഓക്കെ, അപ്പം ഞങ്ങളിത് റെഡി ആയിട്ട് DJ പാർട്ടിക്ക് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. ഞാനാണെങ്കിൽ ആദ്യമായിട്ടാണ് ഒരു DJ പാർട്ടി അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എൻ്റെ മുഖത്തുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഞാനും ചാച്ചനും മാത്രമായിട്ടുള്ള ഒരു നൈറ്റാണ്. അപ്പം അതിൻ്റെ ഒരു സന്തോഷം വേറെയും. പിള്ളേരുള്ളപ്പോൾ സന്തോഷമില്ല എന്നല്ല കേട്ടോ. പിള്ളേരുള്ളപ്പോൾ ഉള്ള ആ ഒരു വൈബ് വേറെ, ചാച്ചനും ഞാനും മാത്രം ഉള്ളപ്പോൾ ഉള്ള ഒരു വൈബ് വേറെ. അങ്ങനെയാണ് കേട്ടോ. ഞങ്ങളൊന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ചെറിയ രീതിയിലൊന്ന് വിശന്നു. അങ്ങനെ ഞങ്ങൾ നേരെ പോയി ഷവർമ്മ കഴിക്കാനായിട്ട്. ചായ പിന്നെ അത് മസ്റ്റാണല്ലോ എനിക്ക്. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയും ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ പിള്ളേർക്കും വാങ്ങാം, കാരണം ഓൾറെഡി രാത്രി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിള്ളേർക്കും വാങ്ങി ഞാൻ ഓടിപ്പോയി കൊടുത്തിട്ട് ചാച്ചനപ്പോഴത്തേക്കും താഴെ വണ്ടിയൊക്കെ ആയിട്ട് സെറ്റായി നിന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ കയറി ട്രാവലിംഗ് അങ്ങ് തുടങ്ങി. ചെറിയൊരു രീതിയിലുള്ള ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഓഫ് കോഴ്സ് ഉണ്ടാവുമല്ലോ, കാരണം ആ നൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ എല്ലാവരും വൈബ് ചെയ്യാൻ പോകുന്ന നൈറ്റാണല്ലോ. ഞങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഒരു 10-20 മിനിറ്റ് ഉണ്ടായിരുന്നുള്ളൂ ആ സ്ഥലത്തേക്ക്. അങ്ങനെ അവിടെ ചെന്നപ്പോഴത്തേക്കും പരിപാടി 6:30 ആയപ്പോൾ തുടങ്ങി. ഞങ്ങളവിടെ ചെന്നത് 9 മണി 9:15 ആയപ്പോഴാണ് കേട്ടോ. ചാച്ചൻ്റെ 2-3 ഫ്രണ്ട്സ് വേറെ ഉണ്ടായിരുന്നു. അങ്ങനെ മൊത്തത്തിലൊന്ന് വൈബാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ സ്നേഹിക്കുന്ന കുറേ ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, വർത്തമാനം പറയാനും പിള്ളേരുടെ വിശേഷമൊക്കെ ചോദിക്കാനും. അതൊക്കെ കണ്ട് അവരോടൊക്കെ വിശേഷമൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഒന്നുകൂടെ സന്തോഷമായിട്ടാണ്. നമ്മളെ സ്നേഹിക്കാനും നമ്മളറിയാത്ത ഒരുപാട് ആളുകളുണ്ടെന്ന് പറയുമ്പോൾ നമുക്കതൊരു സന്തോഷം തന്നെയല്ലേ. അങ്ങനെ ഞങ്ങൾ ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞ് ഒരു 1 മണി 1:30 ആയപ്പോൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടി തിരിച്ചു വിട്ടാ. പിള്ളേർ അപ്പോഴത്തേക്ക് നല്ല ഉറക്കമായി എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു എന്നാൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ മന്ദം മന്ദം നടക്കാമെന്ന്. അങ്ങനെ കൈകൾ കോർത്ത് ഞങ്ങളിങ്ങനെ മന്ദം മന്ദം നടന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടാ. നല്ല രസമല്ലേ ഇങ്ങനെ കെട്ടിയവൻ്റെ കൈയും പിടിച്ച് ഇങ്ങനെ നടക്കാനായിട്ട്. ഇതൊക്കെ ഒരു സ്വപ്നമായിരുന്നു. ആ സ്വപ്നമൊക്കെ നടന്നു കഴിഞ്ഞപ്പോൾ ഒരു സന്തോഷം. അങ്ങനെ ഫുഡും കഴിച്ച് നമ്മളിതേ റൂമിലേക്ക് പോവുകയാണ്. ഈ ലിപ്സ്റ്റിക്ക് എവിടെ പോകുമ്പോഴും കൊണ്ടുപോയില്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് കുറവാണ്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.